ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 3ൽ എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞൊരു പാസേജ് അല്ല, ഒരു ഓട്ടോബയോഗ്രഫീൻ്റെ ഒരു പകുതി പോർഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഓട്ടോബയോഗ്രഫിയും അതിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിവിടെ നോക്കിയാൽ കാണാം, എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ്. അപ്പോൾ ഈ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? ഫസ്റ്റ് നമുക്ക് ഹോട്ട് സ്പ്രിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ നമുക്ക് ഓട്ടോബയോഗ്രഫിയിലേക്ക് പോകാം. എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ്. അപ്പോൾ ആരാണ് ഓദർ? ടെറ്റ്സുക്കോ കുറിയാങ്കി എന്ന് പറയുന്നതാണ് ഓദർ എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ ലൈഫിൽ നടന്ന ഒരു സ്റ്റോറിയാണ്, ഇവരുടെ ലൈഫിൽ നടന്ന സംഭവങ്ങളാണ് അയാൾ ഓട്ടോബയോഗ്രഫിയായ എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് എന്ന ഓട്ടോബയോഗ്രഫിയിൽ അയാൾ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് ഹോട്ട് സ്പ്രിംഗ്? ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ചൂടുള്ള നീരുറവകളാണ്. നീരുറവകൾ എന്താന്നുള്ളത് നമുക്കറിയാം. നീരുറവകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നീരുറവകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം, ഇപ്പം മഴക്കാലമൊക്കെ കഴിഞ്ഞു കഴിയുമ്പം ചില ചതുപ്പ് സ്ഥലങ്ങളിൽ എന്താണ്, നിറയെ വെള്ളം ഭൂമിക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വന്നുകൊണ്ടേയിരിക്കും. അതാണ് നീരുറവകൾ എന്ന് പറയുന്നത്. പക്ഷേ ഭൂമിയുടെ ചില ഇടങ്ങളിൽ എന്താണ്, ചൂടുവെള്ളം നീരുറവയായിട്ട് പുറത്തേക്ക് വരാറുണ്ട്. അപ്പം ആ ചൂടിൻ്റെ അളവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു 21 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഫാരൻഹീറ്റിലാണെങ്കിൽ 70 ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ടാവും. അപ്പോൾ ഭൂമിയുടെ ചില ഇടങ്ങളിൽ ചൂടായിട്ടുള്ള നീരുറവകൾ പൊട്ടിപ്പുറപ്പെടാറുണ്ട്. അപ്പം അതെങ്ങനെയാണ് അപ്പം ഈ ചൂടുള്ള നീരുറവകൾ പൊട്ടിപ്പുറപ്പെടുന്നത് നമുക്ക് നോക്കിയാലോ. ആദ്യം മഴ പെയ്ത് മഴയിൽ നിന്ന് കിട്ടുന്ന വെള്ളം എന്താണ്, ഭൂമി ഉള്ളിലേക്ക് വലിച്ചെടുക്കും. അപ്പോൾ ഭൂമിൻ്റെ ഉള്ളിൽ എന്താണ്, ചൂടുള്ള പാറക്കല്ലുകൾ അല്ലെങ്കിൽ മാഗ്മ എന്ന് പറയും. ചൂടുള്ള പാറക്കല്ലുകൾ അല്ലെങ്കിൽ എന്താണ്, അതിനെ മാഗ്മ എന്ന് പറയും. അപ്പം ഈ വെള്ളം ഈ റോക്കിൽ തട്ടിയിട്ട് തിളയ്ക്കും. തിളച്ചിട്ട് ആ തിളച്ച വെള്ളം പുറത്തേക്ക് വരുന്നതാണ് എന്തായിട്ട് പറയുന്നത്? ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ചൂടുള്ള നീരുറവകളായിട്ട് മാറുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് എങ്ങനെയാണ് ഒരു ഹോട്ട് സ്പ്രിംഗ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഓട്ടോബയോഗ്രഫിയിലേക്ക് കിടക്കാം. എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ്. ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? ടെറ്റ്സുക്കോ കുറിയാങ്കിയുടെ ഓട്ടോബയോഗ്രഫിയാണ്. അപ്പം നമുക്കിതിൽ കൂടെ ഒന്ന് പാസേജ് കൂടെ ഒന്ന് നമുക്ക് വായിച്ചു നോക്കിയാലോ. സമ്മർ വെക്കേഷൻ കെയിം ടു ആൻ എൻഡ്. അപ്പം എന്താണ്? സമ്മർ വെക്കേഷൻ കഴിഞ്ഞു. ആൻഡ് ദ ഡേ ഓഫ് ദ ട്രിപ്പ് ടു ദ ഹോട്ട് സ്പ്രിംഗ് റിസോർട്ട് ഫൈനലി അറൈവ്ഡ്. സമ്മർ വെക്കേഷൻ കഴിയുകയും ചെയ്തു. പിന്നെ എന്താണ്, ഇവർ ഹോട്ട് സ്പ്രിംഗിലേക്ക് പോവാനുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും ആയി. For the students it was the most important event in ടോമി എന്ന് പറയുന്നത് ഇവരുടെ സ്കൂളാണ്. അപ്പോൾ എന്താണ്, അവിടെ ടോമി എന്ന് പറയുന്ന സ്കൂളിലെ സ്റ്റുഡൻസിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റും എന്താണ്, അവർ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് വരുന്നത്. ഫോർ ദി സ്റ്റുഡൻസ് ഇറ്റ് വാസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ സ്റ്റുഡൻസിൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രിപ്പ് എന്ന് പറയുന്നത്. The trip was to a seaside school at a place called Toy. അപ്പോൾ എങ്ങോട്ടാണ് ട്രിപ്പ് പോകുന്നത്? ഒരു സീസൈഡ് സ്കൂളിൻ്റെ സ്ഥലത്തിൻ്റെ പേരാണ് ടോയ്. ടോയ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ ടൂർ പോകുന്നത്. ഓൺ ദ ഇസു പെൻസുല ഇൻ ഷിസൂക്ക. ഷിസു പെൻസുല. അപ്പം പെൻസുല എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ? പെൻസുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൺകൂനയുടെ 3 ചുറ്റും 3 സൈഡിലും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഐലൻഡിനെയാണ് നമ്മൾ എന്ത് പറയുക? പെൻസുല എന്ന് പറയുക. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം ആ പെൻസുലേൻ്റെ അടുത്തേക്കാണ് ഇവരെങ്ങോട്ട് പോകുന്നത്? ടൂർ പോകുന്നത്. അത് എവിടെയാണ്, ഈ പെൻസിൽ എവിടെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്? ഷിസോക്ക. ഇതൊക്കെ ചൈനീസ് പേരുകളാണ്.
There was a hot spring right in the sea. അവിടെ എന്താണ് ഷിസോക്കയില് ടോയ് എന്ന് പറയുന്ന സ്ഥലത്തെ ഷിസോക്കയിൽ എന്താണ് അവിടെ കടലിന്റെ നടുക്കിൽ എന്തുണ്ട് ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്. അപ്പൊ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ചൂടായിട്ടുള്ള നീരുറവകൾ ഭൂമിയുടെ അടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. അതിനെന്താണ് അതിനൊരു ഇളം ചൂടുണ്ടാവും. അപ്പൊ കടലിന്റെ നടുക്കിൽ ഒരു ഹോട്ട് സ്പ്രിംഗിലേക്കാണ് ഇവര് ടൂർ പോകുന്നത്. ഓക്കെ, where the children could both swim and take a hot bath. അവിടെ എന്ത് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് അവിടെ നീന്താനും പറ്റും, അതേപോലെ അവർക്കൊരു എന്താണ് കുളിക്കാനും പറ്റും. ഓക്കെ, the trip would last 3 days and 2 nights. അപ്പം ഈ ട്രിപ്പ് എത്ര ദിവസത്തിനുള്ള ട്രിപ്പാണ്? 3 ദിവസവും 2 രാത്രിയും ചേരുന്ന ഒരു ട്രിപ്പാണ് ഇവര് പോകുന്നത്. ഓക്കെ, one of the students' father had a vacation home there. അവിടെ ഇപ്പൊ ഈ ട്രിപ്പ് പോകുന്ന കുട്ടികളുടെ അച്ഛന് അവിടെ ഒരു വെക്കേഷന് പോയി നിൽക്കാൻ പറ്റിയ ഒരു ഹോം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. where all 50 of the Tomei students from the 1st to 6th grade could stay. അപ്പൊ എന്താണ് ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന്റെ അച്ഛന് ഈ പിന്നെ ഷിസോക്ക എന്ന് പറയുന്ന സ്ഥലത്ത് വെക്കേഷൻ ഹോം ഉണ്ട്. അപ്പം ഇവര് പോകുന്നത് എത്രാം ക്ലാസ്സിലെ കുട്ടികളാണ്? 1 മുതൽ 6ാം ക്ലാസ്സിലെ കുട്ടികളാണ്. 50 കുട്ടികളുണ്ട്. അപ്പൊ ഈ 50 പിള്ളേരും ആ വെക്കേഷൻ ഹോമിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഓക്കെ, Toto-chan really did not know if her mother would let her go. അപ്പൊ Toto-chan എന്താണ്? Toto-chanന് അറിയില്ലായിരുന്നു എന്താ അവരുടെ അമ്മ അവരെ ഈ ട്രിപ്പിന് വിടുമോ എന്നുള്ളത് അവർക്ക് ഡൗട്ട് ആയിരുന്നു. ഓക്കെ, മോം മേ ഐ ഗോ ടു ദ ട്രിപ്പ്. അപ്പം എന്താണ് Toto-chan വീട്ടിൽ വന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ്, മോം മേ ഐ ഗോ ടു ദ ട്രിപ്പ്, ഞാൻ ഈ ട്രിപ്പിന് പോയിക്കോട്ടെ. ഷീ ആസ്ക്ഡ് ഹെസിറ്റന്റ്ലി എന്ന് പറഞ്ഞാല് അമ്മ വിടുവോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടായിട്ട് Toto-chan അമ്മേനോട് മേ ഐ ഗോ ടു ദ ട്രിപ്പ് എന്ന് അമ്മേനോട് ചോദിച്ചു. But her mother had already got the headmaster's letter and made up her mind to let Toto-chan go. അപ്പൊ എന്താണ് Toto-chan അമ്മേനോട് ചോദിക്കുന്നതിന് മുന്നേ തന്നെ എന്താണ് അമ്മയ്ക്ക് ഹെഡ് മാസ്റ്ററിന്റെ അടുത്തുനിന്ന് മെയിൽ അല്ലെങ്കിൽ ലെറ്റർ വന്നിരുന്നു. ഇതേപോലെ 1ാം ക്ലാസ് തൊട്ട് 6ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസിന് ട്രിപ്പ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ Toto-chanനെയും വിടണം എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ ഹെഡ് മാസ്റ്ററുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം അവരുടെ അമ്മ എന്താണ് Toto-chanനെ ട്രിപ്പ് വിടാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സിൽ അവർ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, അടുത്ത നോക്കിയാലോ കൂട്ടുകാരെ. വാട്ട് മെയ്ഡ് ഹെർ മദർ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് മെയ്ഡ് ഹെർ മദർ ലെറ്റ് Toto-chan ഗോ ഫോർ ദ ട്രിപ്പ്. അപ്പം അമ്മ ട്രിപ്പിന് പോകാൻ വേണ്ടി സമ്മതിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ടോട്ടോ എന്നാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ ഓയും കൂടെ ആഡ് ചെയ്യണം, എൻ്റെ മിസ്റ്റേക്ക് ആണ്, കുട്ടികൾ ശ്രദ്ധിക്കണേ. Toto-chan's mother had already got the headmaster's letter and made up her mind to let Toto-chan go to the trip. അപ്പൊ എന്താണ് HMന്റെ കയ്യിൽ നിന്ന് ഓൾറെഡി Toto-chanന്റെ അമ്മയ്ക്ക് ലെറ്റർ ഇട്ടത് കാരണം Toto-chan വീട്ടിൽ ചോദിക്കുന്നതിന് മുന്നേ അമ്മേന്റെ മനസ്സിൽ Toto-chanനെ ട്രിപ്പ് വിടണം എന്നുള്ളത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത നോക്കിയാലോ. Now then, said the headmaster when they had all assembled to start the trip. അപ്പൊ എന്താണ് ഹെഡ് മാസ്റ്റർ വന്നു, എന്താണ് എല്ലാവരും എന്താണ് ട്രിപ്പ് പോവാൻ വേണ്ടിയിട്ട് സ്കൂളിൽ അസംബിൾ ചെയ്ത് നിൽക്കുകയാണ്. വി ആർ ട്രാവലിംഗ് ബൈ ട്രെയിൻ ആൻഡ് ബൈ ഷിപ്പ്. അപ്പൊ ഹെഡ് മാസ്റ്റർ പറയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് 2 വെഹിക്കിളിലാണ്. ഫസ്റ്റ് നമുക്ക് ട്രെയിനിൽ പോകണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തിലാണ് പോകേണ്ടത്? ഷിപ്പിലാണ് പോകേണ്ടത്. ആൻഡ് ഐ ഡോണ്ട് വോണ്ട് എനി വൺ ഓഫ് യു ടു ഗെറ്റ് ലോസ്. അപ്പൊ ഹെഡ് മാസ്റ്റർ പറയാണ് നമ്മൾ ഇതേപോലെ 2 വെഹിക്കിളിലാണ് പോകുന്നത്, ആ സമയത്ത് എനിക്ക് നിങ്ങളെ ആരെയും നഷ്ടപ്പെടാൻ പറ്റില്ല, അപ്പൊ എല്ലാവരും എന്തായിരിക്കണം? കെയർഫുൾ ആയിട്ട് ഇരിക്കണം എന്നാണ് ഹെഡ് മാസ്റ്റർ സ്റ്റുഡൻസിനോട് പറയുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഹെഡ് മാസ്റ്റർ കുട്ടികളോട് ചോദിക്കുകയാണ്. ഓൾ റൈറ്റ്, ഓഫ് വി ഗോ. ശരി, ഇന്ന് നമുക്ക് പോയാലോ. That was the only instruction he gave.
ആകെ ഹെഡ് മാസ്റ്റർ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഇത് മാത്രമാണ്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പോലും മിസ്സായി പോവരുത് എന്ന് പറഞ്ഞാൽ ട്രിപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഏൽപ്പിക്കേണ്ടതാണ്. അപ്പം മിസ്സായി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പാരൻസ് വെറീഡ് ആവും. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ ആരും മിസ്സായി പോകാത്ത രീതിയിൽ എല്ലാവരും എന്താണ് കൂട്ടത്തോടെ അവരവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകണം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഹെഡ് മാസ്റ്റർ സ്റ്റുഡൻസിന് ഒരു ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൊടുത്തത്. Yet the children were amazingly well behaved in the train. പക്ഷെ എന്താണ്, ഈ ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ കൊടുത്തുവെങ്കിലും കുട്ടികളൊക്കെ എന്തായിരുന്നു, വെൽ ബിഹേവ്ഡ് ആയിരുന്നു, നല്ല കുട്ടികളായിട്ടായിരുന്നു ട്രാവലിംഗിന്റെ സമയത്ത് ബിഹേവ് ചെയ്തത്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടാതെ കുരുത്തക്കേടൊന്നും കാണിക്കാതെ നല്ല കുട്ടികളായിട്ടായിരുന്നു എല്ലാ സ്റ്റുഡൻസ് ബിഹേവ് ചെയ്തത്. Nobody ran up and down in the cars. അപ്പൊ എന്താണ്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടിയില്ല. ഇവിടെ കാർസ് ഉദ്ദേശിക്കുന്നത് പിന്നെ ട്രെയിനിന്റെ ബോഗിയാണ്. ഓക്കെ, ആൻഡ് the only talking was done quietly among those sitting next to each other. ഓക്കെ, അപ്പം കൂട്ടുകാരെന്താണ് ചെയ്തത്, അവരുടെ അടുത്തടുത്തിരിക്കുന്ന ഫ്രണ്ട്സിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലെ സംസാരിക്കുക അല്ലാതെ വേറൊരു ബഹളോ ചാട്ടോ ഓട്ടോ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ഒരു ആക്റ്റും സ്റ്റുഡൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കിയാലോ. The children were amazingly well behaved. Why? എന്താണ്, കുട്ടികളെല്ലാരും നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്തത്, അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്താണ്, the children were amazingly well behaved. Okay, because their school instilled them in the basics of decency and good behavior. അപ്പൊ എന്താണ്, അവരുടെ സ്കൂളിൽ ടോമേ സ്കൂളിൽ ഓട്ടോമാറ്റിക്കലി അവിടെ നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഓട്ടോമാറ്റിക്കലി ബേസിക് ഡീസൻസിയും ഗുഡ് ബിഹേവിയറും നമ്മൾ പഠിക്കും. ഓക്കെ, ഇവിടെ LY എന്നുള്ളതും കൂടെ ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ നോക്കാം. The Tomoe peoples had never been actually told how to behave in public. എന്താണ്, ടോമേ സ്കൂളില് സ്റ്റുഡൻസിന് ഒരിക്കലും എങ്ങനെയാണ് പബ്ലിക്ലി ബിഹേവ് ചെയ്യേണ്ടതെന്ന് അവര് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ബട്ട് സംഹൗ their school life had instilled into them the basics of decency and good behavior. പക്ഷെ എന്താണ്, അവരുടെ സ്കൂളിൽ ജോയിൻ ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി സ്റ്റുഡൻസ് എന്താവും, അവർക്ക് ബേസിക് ഡീസൻസിയും ഗുഡ് ബിഹേവിയറും ഉണ്ടാവുന്നതാണ്. ദേ നെവർ ബുള്ളീഡ് അതേഴ്സ്. അവരൊരിക്കലും മറ്റുള്ളവരെ കളിയാക്കുകയോ ചീത്ത പറയുകയോ അങ്ങനത്തെ സ്വഭാവമൊന്നും അവിടുത്തെ സ്റ്റുഡൻസിന് ഉണ്ടായിരുന്നില്ല. നെവർ ടുക്ക് ടു അൺറൂലി ബിഹേവിയർ. ഓക്കെ, എന്താണ്, അവരൊരിക്കലും ഒരു റൂഡായിട്ടുള്ള അൺറൂലി ബിഹേവിയർ എന്ന് പറഞ്ഞാൽ റൂഡായിട്ടുള്ള ബിഹേവിയേഴ്സ് ഒന്നും അവർ കാണിച്ചില്ല. പിക്ഡ് അപ്പ് ലിറ്റേഴ്സ് wherever they found it. അവരെന്ത് ചെയ്യും, അവര് വേസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ കിടന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവരതെടുത്ത് പെറുക്കിയിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് അല്ലെങ്കിൽ വേസ്റ്റ് ഡസ്റ്റ്ബിന്നിൽ അവരത് ഇടും. ഓക്കെ, ആൻഡ് നെവർ അനോയ്ഡ് ഓർ ഡിസ്റ്റർബ്ഡ് അതേഴ്സ്. ഒരിക്കലും അവര് മറ്റുള്ളവരെ എന്താണ് ബുദ്ധിമുട്ടിക്കുകയോ ഡിസ്റ്റർബ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. The biggest surprise was Toto Chan. അതിൽ ഏറ്റവും വലിയ ആശ്ചര്യം തോന്നിയത് ആരെയാണ്, ടോട്ടോ ചാനെയാണ്. In her old days, she had done unimaginable things. എന്താണ്, അവളുടെ ഓൾഡ് സ്കൂളിൽ, പഴയ സ്കൂളിൽ നിന്ന് ഇപ്പൊ ടോട്ടോ ചാൻ പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ടോട്ടോ ചാൻ എന്ന് പറയുന്നത് എന്താണ്, പഴയ സ്കൂളിൽ ഭയങ്കര കുരുത്തം കെട്ട കൊച്ചായിരുന്നു. ഓക്കെ, ഷീ വുഡ് ഈവൻ ടോക്ക് ടു മ്യൂസിഷ്യൻ ഇൻ ദ സ്ട്രീറ്റ് ഔട്ട് ഓഫ് ദ വിൻഡോ ഇൻ ദ മിഡിൽ ഓഫ് ദ ക്ലാസ്. ഇപ്പൊ ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ വിൻഡോ സൈഡിൽ ഇരുന്നിട്ട് റോഡ് സൈഡിൽ കൂടെ മ്യൂസീഷ്യൻസ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ടോട്ടോ ചാൻ എന്ത് ചെയ്യും, ക്ലാസ്സിൽ ഇരുന്ന് ആ മ്യൂസീഷ്യനെ വിളിച്ച് അവള് സംസാരിക്കുകയായിരുന്നു. അതേപോലെ മാനേഴ്സ് ഇല്ലാതെ കുരുത്തം കെട്ടതായിട്ടായിരുന്നു ആര് വന്നിരുന്നത്, ടോട്ടോ ചാൻ വന്നിരുന്നത്. ഓക്കെ, if any of the teacher from her old school saw her now, they would not believe their eyes. എന്താണ്, ഇപ്പൊ പഴയ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ ഈ സ്കൂളിൽ വന്നിട്ട് ഇപ്പൊ ടോട്ടോ ചാനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ണുകളെ വിശ്വസിക്കില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൽ ടോട്ടോ ചാൻ എന്ന് പറയുന്നത് ഭയങ്കര എന്താണ്, മറ്റുള്ളവരെ അനോയ് ചെയ്ത് ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. പക്ഷെ ഈ സ്കൂളിൽ ജോയിൻ ചെയ്തത് എന്താണ്,
ടോട്ടോചാൻ വെൽ ബിഹേവ്ഡ് ആയി. ഓക്കെ, ഷുവർലി ഇറ്റ്സ് നോട്ട് ടോട്ടോചാൻ. അപ്പൊ എന്താണ് അവരെന്ത് പറയും? ഇത് ടോട്ടോചാൻ അല്ലാന്ന് അവരെന്തായാലും പറയുന്നതാണ്. പഴയ സ്കൂളിലെ ടീച്ചേഴ്സ് ഇത് ടോട്ടോചാൻ ആയിരിക്കില്ല എന്ന് അവർ പറയുമെന്നാണ് പറയുന്നത്. ഓക്കെ, they would have say it must be somebody else. അവർ പറയും ഇത് ടോട്ടോചാൻ അല്ല, ഇത് വേറൊരു കുട്ടിയാണ്, അത് കാരണം അത്രയും മാറ്റമാണ് ടോട്ടോചാനിന് വന്നിരിക്കുന്നത് എന്ന് ടീച്ചേഴ്സ് പറയാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. വാട്ട് were the values cultivated by the students at ടോമേ? അപ്പം ഈ പാരഗ്രാഫിൽ തന്നെയുണ്ട് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പം എന്തൊക്കെ വാല്യൂസ് ആണ് ആ കുട്ടികളിൽ ടോമോ സ്കൂളിലെ സ്റ്റുഡൻസിൽ വളർത്തിയെടുത്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെ കാര്യങ്ങളാണ്? The Tomei peoples had never been actually told how to behave in public. എന്താണ്? പബ്ലിക്കിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അവരുടെ സ്കൂളിൽ ഒരിക്കലും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ but somehow their school life has instilled into them basics of decency and good behavior. പക്ഷെ എന്താണ്, ഈ സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ എന്താണ് അവരുടെ ഉള്ളിൽ എന്താണ് ബേസിക് ഡീസൻസിയും അതേപോലെ ഗുഡ് ബിഹേവിയർ നല്ല സ്വഭാവവും എങ്ങനെയാണ് അവരുടെ ഉള്ളിൽ തന്നെ സ്വാഭാവികമായിട്ട് ഇൻബിൽഡ് ചെയ്ത് വരുമായിരുന്നു. they never bullied others. അവരൊരിക്കലും മറ്റുള്ളവരെ എന്താണ് വരട്ടുകയോ ത്രെട്ടൻ ചെയ്യുകയോ ചെയ്തിട്ടില്ല. നെവർ ടുക്ക് ടു അൺറൂലി ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ, റൂഡായിട്ടുള്ള ബിഹേവിയർ അവരെ കാണിച്ചിട്ടില്ല. പിക്ഡ് അപ്പ് ലിറ്റേഴ്സ് wherever they found it. എന്ന് പറഞ്ഞാൽ ലിറ്റേഴ്സ് ഇവിടെ ഉദ്ദേശിക്കുന്ന വേസ്റ്റ് പേപ്പേഴ്സ് പ്ലാസ്റ്റിക്സ് ഒക്കെ സ്കൂളിൻ്റെ അവിടെ ഇവിടെയൊക്കെ കിടക്കുകയാണെങ്കിൽ അവരത് എടുത്തിട്ട് ഡസ്റ്റ്ബിനിൽ ഇടാനുള്ള ബിഹേവിയർ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് നെവർ അനോയ്ഡ് ഓർ ഡിസ്റ്റർബ്ഡ് അതേഴ്സ്. മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് വിഷമിപ്പിക്കുകയോ അങ്ങനത്തെ ഒന്നും ഈ ടോമേ സ്കൂളിലെ സ്റ്റുഡൻസ് ചെയ്തിട്ടില്ല. ഓക്കെ, കൂട്ടുകാർക്ക് ഈ ഭാഗവും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ നിന്ന് എങ്ങനെ എഴുതാമെന്നും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത സെക്ഷനിലേക്ക് പോവാം. അറ്റ് നുമാസു ദേ embarked on a ship that was just like what they had all dreamt about. അപ്പൊ എന്താണ്, ഇവര് ട്രെയിൻ ഇറങ്ങി അത് കഴിഞ്ഞ് ഇവരെങ്ങോട്ട് ഇനി ഇവർക്ക് നുമാസു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എന്തിൽ പോണം? ഷിപ്പിൽ പോണം. അപ്പൊ എന്താണ്, അറ്റ് നുമാസു ദേ എംബാർക്ഡ്. ഓക്കെ, എംബാർക്ഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടഡ് ഓൺ ഷിപ്പ് ദാറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് വാട്ട് ദേ ഹാഡ് ഓൾ ഡ്രീംഡ് അബൌട്ട്. അപ്പൊ ഇവർക്ക് എന്താണ് ഹോട്ട് സ്പ്രിങ്ങിലേക്ക് ട്രിപ്പ് പോവാന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ മൈൻഡിൽ ഇവർ എങ്ങനെയൊക്കെ പോവാന്നൊക്കെ സ്വപ്നം കണ്ടു കാണുമല്ലോ. നമ്മളിപ്പോൾ ടൂർ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് തലേ ദിവസം ഉറക്കം കിട്ടില്ല, ടൂർ പോകുന്നത് സന്തോഷിക്കുന്നതൊക്കെ ഓർത്തിട്ട്. അപ്പൊ ഇവർ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചതുപോലെ തന്നെ ഈ ഷിപ്പും ഇവരുടെ സ്വപ്നത്തിൽ കണ്ട പോലത്തെ ഒരു ഷിപ്പിൽ തന്നെയാണ് ഇവര് നുമാസുന്ന് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് വാസന്റ് എ ബിഗ് ഷിപ്പ്. അത് വലിയൊരു ഷിപ്പായിരുന്നില്ല, കപ്പലായിരുന്നില്ല. ബട്ട് ദേ വെർ ഓൾ സോ എക്സൈറ്റഡ് ദാറ്റ് ദേ ഇൻസ്പെക്ടഡ് എവറി കോർണർ ഓഫ് ദ ഡെക്ക്. അപ്പൊ എന്താണ് ഡെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, കപ്പലിന്റെ മനുഷ്യന്മാർക്ക് നടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് ഡെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് വലിയ ഷിപ്പൊന്നും ആയിരുന്നില്ല, ചെറിയ ഷിപ്പായിരുന്നു. പക്ഷെ എന്താണ് അവരെല്ലാരും ആകാംക്ഷയോടെ എന്താണ് ആ ഡെക്കിലെ ഓരോ കോർണേഴ്സ് പോയി നോക്കുകയും പിന്നെ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കുകയും ഒക്കെ അവര് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ഈ സെന്റൻസ് പറയുന്നത്. എന്താണ്, സോ എക്സൈറ്റഡ് ദാറ്റ് ദേ വെർ ഇൻസ്പെക്ടഡ് എവറി കോർണേഴ്സ്. ഓരോ മൂലയും, ഓക്കെ, ഡെക്കിന്റെ ഓരോ മൂലയും അവർ ചെന്ന് നോക്കുകയും പുള്ളിങ് എന്ന് പറഞ്ഞാൽ എന്താ, തൊട്ട് നോക്കുകയും വലിച്ചു നോക്കുകയും പോക്കിങ് എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് തൊടുക എന്നാണ് അർത്ഥം. പോക്കിങ് ദെയർ ഹാൻഡ്സ് ഇൻ ടു എവറിത്തിങ്. അപ്പൊ അവരെന്താണ് ആ ഡെക്കിന്റെ ഓരോ മുക്കും മൂലയിൽ നടന്ന് കാണുകയും അവിടുത്തെ ഓരോ സാധനങ്ങൾ തൊട്ട് നോക്കുകയും വലിച്ചു നോക്കുകയും ഒക്കെ ചെയ്തു. ബട്ട് സൂൺ ദ സീ ബിക്കെയിം റഫ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ, കടല് ശാന്തം അല്ലാത്തൊരവസ്ഥയിലേക്ക്. ഓക്കെ, കടലിന് രണ്ട് അവസ്ഥകളുണ്ട്. ചിലപ്പോൾ ശാന്തമായിട്ടുള്ള അവസ്ഥയായിരിക്കും, ചിലപ്പോൾ എന്താണ് ആ ശാന്തത മാറിയിട്ട് എന്താണ് കടല് രൂക്ഷമായി തിരമാല അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കും കിടക്കും. അപ്പൊ എന്താണ്, അപ്പൊ പെട്ടെന്ന് ഇവര് കുട്ടികളൊക്കെ ഷിപ്പിൽ കയറി അവര് ഷിപ്പിന്റെ ഉള്ളിലുള്ള ഡെക്കൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് പെട്ടെന്ന് കടലിന്റെ ശാന്തത മാറി. ടോട്ടോചാൻ ബിഗാൻ ടു ഫീൽ സിക്ക്. അപ്പൊ എന്താണ് ടോട്ടോചാനിന് വയ്യാതെയായി. ആസ് ഡിഡ് സം അതേഴ്സ്. അപ്പൊ ടോട്ടോചാനും
ടോട്ടോച്ചാൻ്റെ കൂടെയുള്ള കുട്ടികൾക്കും കടലിൻ്റെ എന്താണ് റഫ്നെസ് കാരണം സുഖമില്ലാതായി. ഇപ്പം നോർമലി നമ്മൾ ഷിപ്പിൽ പോകുമ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, എന്താണ് ഷിപ്പിൽ എല്ലാവർക്കും ഒരു നോർമലായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് ഷിപ്പിൽ ട്രാവൽ ചെയ്യുമ്പോൾ വൊമിറ്റിംഗ് വരും. പക്ഷെ ചിലർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിപ്പിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വൊമിറ്റിംഗ് ഒന്നും വരില്ല. ചിലർക്ക് ഓക്കെ ആയിരിക്കും, ചിലർക്ക് ഓക്കെ ആയിരിക്കില്ല. ഓക്കെ. When the ship rocked, one of the older boys stood amidship, okay, amidship, and ran from one side to the another, saying, "Oops." Okay. അപ്പോൾ എന്താണ് when the ship rocked, okay, one of the older boys stood amidship. Amidship എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിപ്പിന്റെ നടുഭാഗത്ത്, middle of the ship, and ran from one side to another saying oops. അപ്പോൾ ഈ കടലൊക്കെ രൂക്ഷമായപ്പോഴത്തേക്ക് ഇവർക്കാകെ എന്താണ് ബുദ്ധിമുട്ടുകളൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. It was so funny that children couldn't help laughing even though they felt so seasick. അപ്പം ഈ ഒരു കുട്ടി ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് എന്താണ് ഓടുന്നതൊക്കെ കണ്ടിട്ട് എന്താണ് വയ്യാത്ത കുട്ടികളും ഇത് കണ്ട് ചിരിക്കാൻ തുടങ്ങി. When they disembarked, the oops boy began to feel sick just when everyone else has recovered and was feeling fine. Okay. അപ്പം എന്താണ് ആദ്യം കുറേ പേർക്ക് വയ്യാതായി. അപ്പം എന്താണ് ഒരു പയ്യൻ അവിടെ കിടന്ന് ഓടുകയും കളിക്കുകയൊക്കെ ചെയ്തു. അപ്പം എന്താണ് അവന് അപ്പം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇവന്റെ കളിയൊക്കെ കണ്ടിട്ട് മറ്റുള്ളവരൊക്കെ ചിരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് എല്ലാവരുടെയും സീ സിക്നെസ് മാറിയപ്പം ഈ ഊപ്സ് ബോയ്ക്ക് സീ സിക്നെസ് വരികയും ചെയ്തു. അത് കുറച്ച് കഴിയുമ്പോൾ റിക്കവർ ചെയ്യുകയും ചെയ്തു. ഓക്കെ. അടുത്ത പോർഷനിലേക്ക് കിടക്കാം. The spa at Toy was in a quiet, beautiful village on the sea surrounded by wooded hills. Okay. അപ്പം എന്താണ് ടോയ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ടൂർ പോകുന്നതെന്ന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പം എന്താണ് ദ സ്പാ അറ്റ് ടോയ് വാസ് ഇൻ എ ക്വൈറ്റ്. ഓക്കെ. അപ്പം അവിടെ സ്പാ ഉണ്ട്, പിന്നെ അതൊരു ബ്യൂട്ടിഫുൾ വില്ലേജ് ആണ്. ഓക്കെ. സറൗണ്ടഡ് ബൈ വുഡഡ് ഹിൽസ്. ഓക്കെ. After a short rest, the teachers took the children down for a swim in the sea. Okay. എന്താണ് കുറച്ച് കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴത്തേക്കും എല്ലാവരെയും ഒന്ന് റെസ്റ്റ് ചെയ്യിപ്പിച്ചു. എന്ന് വെച്ചാൽ സീസിക്കൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പം എന്താണ് അവരെല്ലാവരെയും ഒന്ന് റെസ്റ്റ് ചെയ്യിപ്പിച്ച് അവരെന്താക്കി സ്വിം ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ കടലിലേക്ക് ഇറക്കി. ഓക്കെ. ഇറ്റ് വാസ് ഇൻ ലൈക്ക് ദ സ്വിമ്മിംഗ് പൂൾ അറ്റ് സ്കൂളിലെ പോലത്തെ ഒരു സ്വിമ്മിംഗ് പൂൾ ആയിരുന്നില്ല. സോ ദേ വോർ ദെയർ സ്വിമ്മിംഗ് സ്യൂട്ട്സ്. അപ്പം എന്താണ് അവര് സ്വിമ്മിംഗ് സ്യൂട്ട്സ് എല്ലാവരെയും ധരിപ്പിച്ചു. The hot spring in the sea was most unusual. അപ്പം എന്താണ് നമ്മൾ കരയിൽ ഹോട്ട് സ്പ്രിംഗ് വരുന്നത് യൂഷ്വൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ കടലിൽ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്ന കാര്യം ഒരു അൺയൂഷ്വൽ തിങ് ആണ്, റെയർ ആയിട്ടുള്ള തിങ് ആണ്. It was not enclosed. അതെന്താണ് അത് എൻക്ലോസ്ഡ് ആയിരുന്നില്ല. So there was no line separating the hot spring from the rest of the sea. അപ്പം എന്താണ് ഈ ഹോട്ട് സ്പ്രിങ്ങിന് മാത്രം ഒരു ബ്രിഡ്ജ് കെട്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ബൗണ്ടറി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഹോട്ട് സ്പ്രിങ്ങും പിന്നെ എന്താണ് സീയും ഒരുമിച്ചായിരുന്നു. അപ്പം എന്താണ് ഹോട്ട് സ്പ്രിങ്ങും ചൂടുവെള്ളം വരുന്നുണ്ടെങ്കിലും കടലിലെ വെള്ളവും കൂടെ ചേർന്ന് അത്രയും ചൂടില്ലാത്തൊരു അവസ്ഥയായിരുന്നു. If you crouched down where you were told the hot spring was, the hot water came up to your neck. അപ്പം എന്താണ് ആ ഹോട്ട് സ്പ്രിങ്ങിന്റെ അവിടെ ഈ കുട്ടികളെല്ലാം ഇറക്കി അവര് സ്വിമ്മിങ് സ്യൂട്ട് ഇട്ടിട്ട് ആ ഹോട്ട് സ്പ്രിങ്ങിൽ ഇറങ്ങുകയും എന്താണ് ആ ഹോട്ട് സ്പ്രിങ്ങിന്റെ ചൂടുവെള്ളം ഈ കുട്ടികളുടെ കഴുത്തറ്റം വരികയും ചെയ്തു. ഓക്കെ. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദ ഹോട്ട് സ്പ്രിംഗ് ഇൻ ദ സീ വാസ് നോട്ട് അൺയൂഷ്വൽ. വൈ? എന്താണ് അൺയൂഷ്വൽ അല്ല എന്ന് പറയാനുള്ള കാര്യം എന്താണ്? അവിടെ ഒരു ബൗണ്ടറി കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. ഹോട്ട് സ്പ്രിങ്ങും സീയും തമ്മിൽ ഒരു ബ്രിഡ്ജോ ബൗണ്ടറിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെന്താണ്? ബിക്കോസ് ദർ വാസ് നോ ലൈൻ സെപ്പറേറ്റിംഗ് ദ ഹോട്ട് സ്പ്രിംഗ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ സീ. ഓക്കെ. അടുത്തത് നോക്കിയാലോ. It felt lovely, just like being a hot bath. എന്താണ് അത് നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു അവിടെ ഹോട്ട് സ്പ്രിങ്ങിൽ ഇറങ്ങിയപ്പോൾ.
In those days, the seashore was so deserted. ഇവര് ട്രിപ്പ് പോയ ദിവസം എങ്ങനെയായിരുന്നു? സീഷോർ എന്ന് പറയുന്നത് ഡെസേർട്ടഡ് ആയിരുന്നു. ഡെസേർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ? മരുഭൂമിയിൽ നമുക്ക് അധികം ആൾക്കാരെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പം അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഡെസേർട്ടഡ് അവിടെ എന്ന് പറഞ്ഞാൽ. അപ്പൊ ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ബീയിങ് ഓൺ ദെയർ ഓൺ പ്രൈവറ്റ് ബീച്ച്. അതെങ്ങനെയായിരുന്നു? ഇവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം എന്താണ്? ഇവർക്ക് അതൊരു പ്രൈവറ്റ് ബീച്ച് പോലെയാണ് തോന്നിയത്. ഔട്ട്സൈഡേഴ്സ് കുറവായിരുന്നു. The children reveled in this unusual hot spring sea bathing. Okay. അപ്പൊ കുട്ടികളൊക്കെ എന്ത് ചെയ്തു? ആ ഹോട്ട് സ്പ്രിംഗിൽ reveled എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്തു. When they got back to the house in the evening after staying in water so long. പിന്നെ എന്ത് ചെയ്തു? വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവർ തിരിച്ച് അവരുടെ സ്റ്റേയിലേക്ക് വന്നു. Their fingers were mass of wrinkles. wrinkles എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്ന് ചുക്കി ചുളിങ്ങുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? wrinkles. ഇപ്പൊ നമ്മൾ വീട്ടിലാണെങ്കിലും കുറെ നേരം വെള്ളത്തിൽ കളിക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ കുറെ നേരം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ എന്താവും? ചുക്കി ചുളുങ്ങും. ഓക്കെ. അപ്പം എന്തായി? ഈ വെള്ളത്തിൽ ഇവര് ഫുൾ ഡേ കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ സ്കിന്നെല്ലാം wrinkles വന്നു. Each night once they were tucked into their quilts. Quilts എന്ന് പറഞ്ഞാൽ എന്താണ്? blankets. The children took turn telling ghost stories. അപ്പൊ എന്താണ്? രാത്രി പകല് മൊത്തം അവർ ആ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്ന സീയില് നീന്തുകയും കുളിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് രാത്രി അവർ വീട്ടിൽ വന്നു എന്താണ്? പുതപ്പിന്റെ അടിയിലേക്ക് കിടന്നെന്ന് പറഞ്ഞാൽ തണുപ്പ് കാരണം. എന്താണ്? പകല് മൊത്തം വെള്ളത്തിൽ കളിക്കുകയായിരുന്നല്ലോ. അത് കഴിഞ്ഞ് രാത്രി എന്താക്കി? ചിൽഡ്രൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗോസ്റ്റ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ പ്രേത കഥകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. Toto-chan and the other first grade got so frightened that they cried. അപ്പൊ എന്താണ്? സീനിയർ സ്റ്റുഡൻസ് ഒക്കെ 1ാം ക്ലാസ് തൊട്ട് 6ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ 6ാം ക്ലാസ്സിലേക്ക് 5ാം ക്ലാസ്സിലേക്ക് സ്റ്റുഡൻസ് ഈ 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലേക്ക് സ്റ്റുഡൻസിന് പ്രേതകഥ പറഞ്ഞു കൊടുത്തപ്പോൾ ടോട്ടോചാനും പിന്നെ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ കൂടെ എന്തായി? പേടിച്ചിട്ട് കരഞ്ഞു. But in spite of their tears they would ask, and then what happened? കരഞ്ഞോണ്ടാണെങ്കിലും പിന്നെ ഇവരെന്ത് ചോദിക്കുന്നുണ്ട്? പിന്നെ എന്താ സംഭവിച്ചേ? കഥയില് പിന്നെ എന്താ സംഭവിച്ചേന്ന് ടോട്ടോജാനും ടോട്ടോജാന്റെ ഫ്രണ്ട്സ് സീനിയർ സ്റ്റുഡൻസിനോട് ചോദിക്കുന്നുണ്ട്. ഓക്കെ. Unlike camping inside the school and the bravery test, the 3-day stay at Toy Spa was a real life experience. അപ്പൊ എന്താണ്? ഇവരുടെ ക്യാമ്പിംഗ് സ്കൂൾ വിട്ടിട്ടുള്ള ഇവരുടെ ടോയിലെ സ്പായിലുള്ള ഇവരുടെ എന്താണ് 3-day സ്റ്റേ എന്ന് പറഞ്ഞാൽ ഇവരുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു എന്നാണ് പറയുന്നത്. വാസ് എ റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അനുഭവമായിരുന്നു. There was a forest full of cicadas and a shop where you could buy popsicles. Okay. അപ്പൊ എന്താണ്? അപ്പം അവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഫോറസ്റ്റിൽ എന്താണ് ഉണ്ടായിരുന്നത്? സിക്കാഡാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചീവീടുകൾ. പിന്നെ എന്താണ്? അതിന്റെ സൈഡിൽ കൂടെയൊക്കെ നിറയെ ഷോപ്സ് ഉണ്ടായിരുന്നു. അവിടെ ഇവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, പോപ്സിക്കിൾസ്, ടോയ്സ്, സ്വീറ്റ്സ് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വാങ്ങാനുള്ള ഷോപ്സും ഉണ്ടായിരുന്നു. ആൻഡ് ദേ മെറ്റ് എ മാൻ ഓൺ ദ ബീച്ച് ഹു വാസ് ബിൽഡിങ് എ ബിഗ് വുഡൻ ബോട്ട്. അപ്പൊ എന്താണ്? അവര് സീഷോറിന്റെ അടുത്ത് ഒരു ബോട്ട് ഉണ്ടാക്കുന്ന ഒരാളെയും അവര് കണ്ടുമുട്ടി. ഓക്കെ. അപ്പൊ അയാള് സ്വന്തമായിട്ട് ബോട്ട് ഉണ്ടാക്കുവാണ്. ഇറ്റ് വാസ് ഓൾറെഡി ബോട്ട് ഷേപ്ഡ്. അപ്പൊ എന്താണ്? ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഒരാള് ബോട്ട് ഉണ്ടാക്കുകയാണ്. കൂട്ടുകാരെല്ലാരും എന്താണ്? അയാള് ബോട്ട് ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. Okay. And they met a man on the beach. Okay. It was already boat shaped. അത് ഓൾറെഡി ഒരു ബോട്ടിന്റെ ഷേപ്പിലായിരുന്നു. The first thing each morning they did was to run down to the beach to see how much more he had done. അപ്പൊ എന്താണ്? ദിവസം ഇവര് രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ഈ സീഷോറിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ല് ഈ ബോട്ട് ഉണ്ടാക്കുന്ന ആൾ എത്രത്തോളം ബോട്ട് ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് കാണാൻ വേണ്ടിയിട്ട്. The man gave Toto-chan a very long and curly wood shaving. Wood shaving എന്ന് പറഞ്ഞാൽ എന്താ? ആശാരിമാര് അവരുടെ മെഷീൻ വെച്ചിട്ട് മരം ഇങ്ങനെ ചീന്തി എടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന റൗണ്ട് ആയിട്ടുള്ള
എന്താണ് ഒരു ഷേവിങ്, ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മരത്തിന്റെ തൊലികൾ ഇങ്ങനെ ചെത്തി എടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? വുഡ് ഷേവിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടോ ചാനിന് ആ ബോട്ട് ഉണ്ടാക്കുന്ന ആൾ എന്ത് കൊടുത്തു? ഭയങ്കര വലിയ കേളി ആയിട്ടുള്ള വുഡ് ഷേവിങ് ടോട്ടോ ചാനിന് കൊടുത്തു. ഓക്കെ, അപ്പം നെക്സ്റ്റ് നോക്കിയാലോ. How about a souvenir photograph? Asked the headmaster when they were to leave. അപ്പൊ എന്താണ്, അവര് അവസാനം ദിവസം ആ സീഷോറിന് അല്ലെങ്കിൽ ടോയ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവർ വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആയ സമയത്ത് ഹെഡ് മാസ്റ്റർ എല്ലാ സ്റ്റുഡൻസിനോടും ചോദിച്ചു, നമുക്കൊരു സുവിനീർ ഫോട്ടോഗ്രാഫ് എടുത്താലോ? സുവിനീറിന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ഫോട്ടോ ഫോർ എ മെമ്മറി. ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത്, ഇപ്പം മൂന്നാർ, കൊടൈക്കനാലൊക്കെ പോകുന്ന സമയത്ത് അവിടെ നിന്ന് നമ്മൾ എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കൂലേ? എന്തിനാണ് ആ ഫോട്ടോ എടുക്കുന്നത്? നമ്മൾ ഇവിടെ പോയി എന്നുള്ളൊരു റിമെമ്പറൻസ് അല്ലെങ്കിൽ ഒരു ഓർമ്മയ്ക്ക്, മെമ്മറിക്ക് വേണ്ടിയിട്ട് നമ്മളത് സൂക്ഷിച്ചു വെക്കാനാണ്. അപ്പം ഹെഡ് മാസ്റ്റർ പറയാണ്, നമുക്ക് ഇവിടെ നിന്നൊരു സുവിനിയർ ഫോട്ടോഗ്രാഫ് എടുത്താലോ എന്ന് ചോദിക്കുകയാണ്. They had never had a photograph taken of all of them together. അപ്പൊ എന്താണ്, എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു ഫോട്ടോഗ്രാഫ് ഈ ട്രിപ്പ് പോയപ്പോൾ അവർ എടുത്തിട്ടില്ല, പക്ഷെ ഒറ്റയ്ക്കൊക്കെ ആയിട്ട് അവർ എടുത്തിട്ടുണ്ട്. ആൻഡ് ദ ചിൽഡ്രൻ വെയർ എക്സൈറ്റഡ് അറ്റ് ദ ഐഡിയ. അപ്പൊ എന്താണ്, കൂട്ടുകാർക്കൊക്കെ ഈ ഒരു ഐഡിയയിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നി. No soon was the headmaster ready with his camera than someone had gone to the toilet. അപ്പൊ എന്താണ്, ഹെഡ് മാസ്റ്റർ എല്ലാവരുടെയും ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ച് ക്യാമറ റെഡിയാക്കി വരുമ്പോഴത്തേക്കും എന്തായി, ഒരാള് ടോയ്ലറ്റിലേക്ക് ഓടി. ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ബാത്റൂം. Then someone else had his gym shoes on the wrong feet. അപ്പൊ നോക്കുമ്പോ എന്താണ്, ഒരാൾ എന്താണ് റൈറ്റ് ഹാൻഡിൽ ഇടേണ്ട ഷൂസ് ലെഫ്റ്റ് ലെഗിൽ ഇടേണ്ട ഷൂസ് റൈറ്റ് ലെഗിലുമാണ് ഇട്ടിരിക്കുന്നത്. ആൻഡ് ഹാഡ് ടു ചേഞ്ച് ദം അറൗണ്ട്. അപ്പൊ ഒരാള് ഷൂസ് ശരിയാക്കാൻ പോയി, ഒരാള് ടോയ്ലറ്റിൽ പോയി. വെൻ ഹി ഫൈനലി സെഡ് ഈസ് എവറി വൺ റെഡി. അപ്പൊ ഹെഡ് മാസ്റ്റർ ചോദിക്കാൻ തുടങ്ങി, എല്ലാവരും റെഡിയാണോ എന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്താണ് അടുത്ത സംഭവിച്ചത്? one or two of the children were lying on the ground. അപ്പൊ എന്താണ്, ഇവര് ടയേർഡായി. ഇപ്പം ഈ ബീച്ച് സൈഡിലൊക്കെ നമ്മൾ കുറെ മണലിൽ നടക്കുമ്പോഴത്തേക്കും നമ്മൾ ടയേർഡ് ആവും. they had become tired of holding their poses so long. അപ്പൊ എന്താണ്, കുറെ നേരമായിട്ടാണ് ഈ കുറെ കുട്ടികൾ എന്താണ് ഫോട്ടോ എടുക്കാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഇടയിൽ എന്താണ്, ഒരാൾ ടോയ്ലറ്റിലേക്ക് പോകുന്നുണ്ട്, ഒരാൾ എന്താണ് ഷൂസ് മാറിയിട്ടത് റെഡിയാക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വെയിറ്റ് ചെയ്ത് നിന്ന് രണ്ട് കുട്ടികളും അടുത്തിട്ട് അവർ ഇരുന്നു. ഓക്കെ, ഇറ്റ് വാസ് എ ബിഗ് പ്രോബ്ലം ഗെറ്റിംഗ് എവരി വൺ റെഡി ഫോർ ദ ഫോട്ടോഗ്രാഫ്. അപ്പൊ എന്താണ്, എല്ലാവരെയും ഒരുമിച്ച് ഒരു ഫോട്ടോഗ്രാഫിന് വേണ്ടി റെഡിയാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ദ ഹോൾ പ്രോസസ് ടുക്ക് എ വെരി ലോങ് ടൈം. എന്താണ്, എല്ലാവരും ഒന്ന് എന്താണ് അവിടെ ഇവിടെയും പോയവരെയൊക്കെ വിളിച്ചു വരുത്തി ഒന്ന് റെഡിയാക്കി നിർത്താൻ വേണ്ടി കുറച്ചധികം സമയമെടുത്തു. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വൈ ഡിഡ് ദ ഫോട്ടോ സെക്ഷൻ ടേക്ക് എ വെരി ലോങ് ടൈം? നമുക്ക് ഈ പാരഗ്രാഫിൽ തന്നെ ഉണ്ട് അതിന്റെ ആൻസർ. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ദ ഫോട്ടോ സെക്ഷൻ ടുക്ക് വെരി ലോങ് എന്ന് പറഞ്ഞാൽ എന്താ, ഫോട്ടോ സെക്ഷൻ എടുക്കാൻ വേണ്ടി സമയമെടുത്തു. എന്തുകൊണ്ടാണ്? ബിക്കോസ് വൺ ഓഫ് ദ സ്റ്റുഡൻറ് വെന്റ് ടു ടോയ്ലറ്റ്. ഒരു കുട്ടി ടോയ്ലറ്റിലേക്ക് ഓടി. someone else had his shoes on the wrong feet. അപ്പൊ എന്താണ്, കാലിലെ ഷൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് കാരണം ഒരു കുട്ടി അത് ശരിയാക്കുമായിരുന്നു. and had to change them. and one or two children were lying on the ground. എന്താണ്, അപ്പൊ ഫോട്ടോയ്ക്ക് കുറെ നേരം പോസ് ചെയ്ത് മടുത്തിട്ട് കുറച്ച് പേര് എന്താക്കി അവിടെ ഇരുന്നു. അപ്പൊ ഇവരെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാനാണ് ഫോട്ടോ സെക്ഷൻ കുറച്ചധികം സമയമെടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റത്തെ സെക്ഷൻ നോക്കാം. but that photograph with the sea in the background and each child posing according to his or her fancy became a treasured possession for each of them. അപ്പൊ എന്താണ്, ലാസ്റ്റ് എല്ലാവരും വന്നു. അപ്പൊ എല്ലാവരെയും എന്താണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയപ്പം എല്ലാവരും എങ്ങനെയാ നിന്നത്, അവർ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറെ പേര് സ്മൈൽ ചെയ്തു, കുറെ പേര് കൈ കൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചു. അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് നിന്നത്. അതാണ് ഇവിടെ പറയുന്നത് പോസിങ് അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ ഫാൻസി. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തത്. പക്ഷെ അതെന്താണ്, അതൊരു ട്രഷർ ആയിരുന്നു. ട്രഷർ എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ
ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ സൂക്ഷിക്കാൻ പറ്റിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ ആയിട്ട് ആ ഫോട്ടോഗ്രാഫ് മാറി എന്നാണ് പറയുന്നത്. വൺ ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് മെമ്മറീസ് വുഡ് ഫ്ലഡ് ബാക്ക്. അപ്പം എന്താണ്, ഈ ഒരു ഫോട്ടോഗ്രാഫ് കണ്ടാൽ തന്നെ എന്താണ്, ഓർമ്മകളുടെ എന്താണ് പ്രളയം തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മെമ്മറീസ് വുഡ് ഫ്ലഡ് ബാക്ക്. ഓക്കെ. ടോട്ടോ ചാൻ നെവർ ഫോർഗോട്ട് ദാറ്റ് ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ. അപ്പൊ ടോട്ടോ ചാൻ എന്താണ് പറയുന്നത്, എൻ്റെ ലൈഫിലെ ഫസ്റ്റ് സമ്മർ വെക്കേഷൻ ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ടോട്ടോ ചാൻ നെവർ ഫോർഗോട്ട് ദ ഫസ്റ്റ് സമ്മർ വെക്കേഷൻ. കമന്റ്. എന്തുകൊണ്ടാണ്? ടോട്ടോ ചാൻ്റെ ഫസ്റ്റ് സമ്മർ വെക്കേഷൻ ആണ് ഒന്ന്. പിന്നെ എന്താണ്, ടോട്ടോ ചാൻ ഈ സമ്മർ വെക്കേഷൻ നന്നായി എൻജോയ് ചെയ്തു. ഫ്രണ്ട്സിൻ്റെ കൂടെ ഹോട്ട് സ്പ്രിങ്ങിൽ കുളിക്കുകയും സ്വിം ചെയ്യുകയും ഒക്കെ ചെയ്തു. പിന്നെ ഷോപ്പിംഗ് ചെയ്തു. പിന്നെ സിക്കാഡ ഫോറസ്റ്റ് കണ്ടു. ഓക്കെ. അപ്പം ഇതൊക്കെ കണ്ട് ടോട്ടോ ചാൻ എൻജോയ് ചെയ്തു. പിന്നെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള കാര്യം എന്താണ്, അവരെല്ലാവരും കൂടെ പോയ 50 സ്റ്റുഡൻസും പിന്നെ ഇവരുടെ ടീച്ചേഴ്സും എല്ലാവരും കൂടി എന്താണ്, ഹെഡ് മാസ്റ്റർ ഇവർക്കൊരു ഫോട്ടോ എടുത്തു കൊടുത്തു. അത് ഇവരുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഫോട്ടോഗ്രാഫാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അണ്ടറിൽ എഴുതാവുന്നതാണ്. ഓക്കെ. അപ്പം നമുക്ക് ഇതിന്റെ സമ്മറി ഒന്ന് നോക്കിയാലോ. ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ നറേറ്റീവ് ആണ്. ദിസ് ഓട്ടോബയോഗ്രഫിക്കൽ നറേറ്റീവ് ഷോസ് ദാറ്റ് ലവ്, ഓക്കെ, ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം, കെയർ എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊട്ടക്ഷൻ, ആൻഡ് കൺസേൺ, ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനോടുള്ള ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു കാര്യം വൃത്തിയിൽ ചെയ്യാനുള്ള ഒരു കൺസേൺ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെന്റ്സ് ഇൻ റിലേഷൻഷിപ്പ് ഫോർ ദ ചിൽഡ്രൻ അറ്റ് ഹോം ആൻഡ് സ്കൂൾ. അപ്പം എന്താണ്, വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കുട്ടികൾക്ക് ഏറ്റവും വേണ്ട എലമെന്റ്സ് എന്തൊക്കെയാണ് ഒരു റിലേഷൻഷിപ്പിൽ? ലവ്, കെയർ, കൺസേൺ. ഓക്കെ. അപ്പോഴാണ് അവർ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വളർന്നു വരിക. ആസ് ദേ ഗ്രോ അപ്പ് ടു ബിക്കം റെസ്പോൺസിബിൾ അഡൾട്ട്സ്. These are also the most important elements of education. എഡ്യൂക്കേഷനും അതേപോലെ നമ്മുടെ ലൈഫിലും വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഇതൊക്കെ. ഓക്കെ. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു ദ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്ന എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്ന നറേറ്റീവ് അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഈ എന്താണ്, ഈ നറേറ്റീവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ. അപ്പം താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്.